ബജറ്റ് രാജാക്കന്മാരായ റെഡ്മിക്ക് ഒരു തലവേദനയും ദുസ്വപ്നവുമായിരുന്നു ഓണർ എന്ന സ്മാർട്ട് ഫോൺ മേക്കർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. കാരണം ഇവർ അവതരിപ്പിച്ച സ്മാർട്ട് ഫോണുകളെല്ലാം ഡിസൈനിലും ഫീച്ചേഴ്സിലും എല്ലാം വ്യത്യസ്തരായി നിന്നു, അതും ബഡ്ജറ്റിനുള്ളിൽ. ഇതേ ഒരു ട്രെൻഡ് പിന്തുടരാനാണ് ഓണർ 8X ശ്രമിക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ ലോഞ്ചാകും. ഇത് എപ്പോൾ നമുക്ക് മേടിക്കാൻ കഴിയും, ഇതിൻ്റെ വില എന്താണ്, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഓണർ 8X മിഡ് റേഞ്ചിലെ ഒരു ഓൾറൗണ്ടർ എന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. കാരണം നമ്മൾ സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ബാധിക്കുന്ന ധാരാളം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓണർ 8Xൻ്റെ ഡിസൈനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓണർ 8Xന് ഒരു ഗ്ലാസ് ബാക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിം അതിന് നൽകിയിട്ടുണ്ട്. ഈ ഗ്ലാസ് ബാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 ലെയറായിട്ട് ഇതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരിടത്തൊരു മാറ്റ് ഫിനിഷും വേറൊരു ഗ്ലോസി ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ സ്മാർട്ട് ഫോൺ കാണാൻ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി ഇതിൻ്റെ ഒരു ബ്ലൂ കളറോ റെഡ് കളറോ എടുത്ത് നമ്മൾ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകളുടെ കണ്ണ് ഇതിലോട്ട് ഉടക്കും. ക്യാമറ സ്പെസിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഓണർ 8X 7Xനേക്കാളും ഒരു പടി മുന്നിലാണ്. കാരണം 20+2 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറയും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും നൽകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ 2 മെഗാപിക്സൽ റിയർ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡെപ്ത് സെൻസറാണ്. പ്രധാനമായിട്ടും നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു തരുന്ന ഈ 20 മെഗാപിക്സൽ സെൻസറാണ്. ഷേക്കുകൾ കുറവുള്ള നല്ല വൃത്തിയുള്ള ഫോട്ടോസ് ലഭിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം ഓണർ തീർച്ചയായിട്ടും പരമാവധി കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ആളുകളുടെ ഫോട്ടോ എടുക്കുന്നതിൽ, അതായത് പോർട്രേറ്റ് ഷോട്ടുകളിലും അതുപോലെ തന്നെ രാത്രിയിൽ എടുക്കുന്ന ലോ ലൈറ്റ് ഫോട്ടോസിലും വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതയുണ്ട്. 6 സെക്കൻഡ് വരെ ലോങ് എക്സ്പോഷർ ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ലഭ്യമാക്കിയിരിക്കുന്ന സംഗതിയാണ്. അതായത് ഒരു ഷേക്കുമില്ലാതെ നിങ്ങൾ 6 സെക്കൻഡ് വരെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. അതിലൂടെ ലഭിക്കുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി എടുക്കുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ലഭിക്കും. ഇതിൻ്റെ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും നല്ല റിസൾട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഐഫോണിനുള്ള കൂട്ട് സ്റ്റുഡിയോ മോഡ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു എഡിറ്റിംഗ് സംവിധാനവും ഓണർ 8Xന് ലഭ്യമാക്കിയിട്ടുണ്ട്. 8Xൻ്റെ മറ്റൊരു പ്രത്യേകത 480 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 16 സ്ലോ മോഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 1 സെക്കൻഡുള്ള ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് ഈ സ്ലോ മോഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ അതിന് 16 സെക്കൻഡ് ദൈർഘ്യമുണ്ടാകും. ഇത്രമാത്രമല്ല ധാരാളം പ്രത്യേകതകളും ഓണർ 8Xൻ്റെ ക്യാമറയിലുണ്ട്. ഉദാഹരണത്തിന് സ്പോർട്സ് ഇവൻറ്റ്സ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് ഒക്കെ നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, 8Xൻ്റെ ക്യാമറ അടിപൊളിയാക്കാൻ വേണ്ടി ഓണറിൻ്റെ എഞ്ചിനീയേഴ്സ് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഓണർ 8Xൻ്റെ ഡിസ്പ്ലേയും വളരെ പ്രത്യേകതയുള്ളൊരു ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ച് സൈസുള്ള 19:9 ആസ്പെക്ട് റേഷ്യോയുള്ള ഒരു പാനലാണ് കമ്പനി ഈ സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വശത്ത് കാണാൻ കഴിയുന്നത് മിക്കവാറും ഇതിൻ്റെ സ്ക്രീൻ മാത്രമാണ്. ഒരു നോച്ചുണ്ട്, പക്ഷേ ബെസൽസ് വളരെ കുറവായിരിക്കും. ഒരു താരതമ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ OnePlus 6നേക്കാളും ഗാലക്സി നോട്ട് 9നേക്കാളും നല്ല ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണിത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഫുൾ HD ഇതൊന്ന് സ്ട്രീം ചെയ്യാൻ ഈ സ്മാർട്ട് ഫോണിന് കഴിയും. എല്ലാ ലൈസൻസും ഓണർ 8Xനുണ്ട്. അതുപോലെ തന്നെ TUV റെയിൽലൈൻ സർട്ടിഫൈ ചെയ്ത ഒരു കംഫർട്ട് മോഡ് ഈ സ്മാർട്ട് ഫോണിനുണ്ട്. അതായത് നിങ്ങൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കണ്ണിന് ഒട്ടും സ്ട്രെയിൻ ഉണ്ടാവില്ല. 85% NTSC കളർ ഗാമറ്റ് ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതായത് കളറെല്ലാം ബ്ലാക്കും റെഡും യെല്ലോയും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണാനായിട്ട് ക്രിയേറ്റേഴ്സ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് മീഡിയ കൺസെപ്ഷന് ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഓണർ 8X. ഓണർ 8Xൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ഒരു ടോപ്പ് ആൻഡ് മിഡ് റേഞ്ച് ചിപ്സെറ്റായ കിരിൻ 710 ആണ്. ഇതിൻ്റെ ഒപ്പം മാലി G51 GPUയും ഉപയോഗിക്കുന്നുണ്ട്. ഈ കോമ്പിനേഷൻ നമ്മൾ വാവേ നോവ 3iലൊക്കെ കണ്ടതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണിത്. GPU സ്റ്റാൻഡേർഡ്സ് അല്പം കുറവാണ് എങ്കിലും GPU ടെർബോ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല. ഡെയിലി ടാസ്കുകളെല്ലാം നല്ല സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യും. 3750 mAh ബാറ്ററി ഈ സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. സങ്കടകരമെന്ന് പറയട്ടെ, ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഒന്നും നൽകുന്നില്ല. മൈക്രോ USB ആണ് ഇപ്പോഴും ഇതിൻ്റെ പോർട്ട്. അതുകൊണ്ട് തന്നെ ചാർജിങ് ടൈം അല്പം സ്ലോ ആയിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ വഴി എന്തോ ഒരു ഒപ്റ്റിമൈസേഷൻ ഉണ്ട് എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഇമോഷൻ UI 8.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 8.1 ഓറിയോയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഫേസ് ID, അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന സ്മാർട്ട് ഫോൺസിലുള്ള ഫീച്ചേഴ്സൊക്കെ ഇമോഷൻ UI 8.2 ഇനി എപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും?
2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുമെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. ഇനി ഇതിൻ്റെ വില എന്തായിരിക്കും? 270 യൂറോയ്ക്കും 310 യൂറോയ്ക്കുമാണ് ഇപ്പോൾ ഇത് യൂറോപ്പിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്രയും വില കാണില്ല. ഒരു 14,000 മുതൽ 17,000 രൂപയ്ക്ക് ഇടയിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ വില നിൽക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓണർ 8X പോലുള്ള ഡിവൈസുകൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു വലിയ ചോദ്യമുണ്ട്. റെഡ്മി അവരുടെ ഡിസൈൻ അല്പം കൂടെ മാറ്റേണ്ട ഒരു സമയമായോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു? മുകളിലൊരു പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ അവിടെ രേഖപ്പെടുത്താം. കമൻറ്റുകളായിട്ടും നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആരെങ്കിലും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിലിടുക. ആ ബെല്ലൈക്കൺ അമർത്തുക. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.